ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ജസ്റ്റ് ഉച്ചയൂണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ എടുത്തതാണ് കേട്ടോ. അതായത് വീട്ടിൽ ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് തയ്യാറാക്കുന്ന കാര്യങ്ങളൊക്കെ, അപ്പോൾ തോരൻ വെക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സമയത്താണല്ലോ നമുക്ക് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വീട്ടിൽ ഞാലിപ്പൂവനല്ല, പാളയംകോടൻ പഴം അതിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂമ്പ് കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ നോട്ടമിട്ട് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഏകദേശം മൂത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കയറി അതൊന്ന് ഓടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പണ്ടെങ്ങാണ്ടോ കഴിച്ചതാണ്. ഇത് പൊളിച്ചിട്ട് ഇതിനകത്ത് ഒരു തേൻ കിട്ടുമല്ലോ, അത് പണ്ടെങ്ങാണ്ടോ കഴിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ വന്നിട്ട് ഇതിനകത്ത് ഇത് ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിനകത്തുണ്ടായിരുന്നു. അത് നല്ല എന്താ പറയുക, ജെല്ല് പോലെ ഇരിക്കുന്നു, നല്ല കട്ടിയായിട്ട്. അങ്ങനെയാണോ അതോ ഇങ്ങനെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ടാണ് ഇരിക്കണതെന്ന് എനിക്കറിയില്ല. ഞാനിത് നോക്കിയപ്പോൾ നല്ല ജെല്ല് പോലെ ഇരിപ്പുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നൊസ്റ്റാൾജിക് ഫീലിംഗ്. അങ്ങനെ അത് കഴിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് തല കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ കേര മീനിൻ്റെ ആ ഒരു തല ഉണ്ടല്ലോ, ആ തല ഇവിടെ എന്താണ് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തലക്കറി നല്ല വറ്റിച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആള് നല്ല സൂപ്പറായിട്ട് കഴിച്ചോളും. അതും ഇന്നുണ്ടാക്കുന്നത് നാളെയാണ് എടുക്കണമെങ്കിൽ ടേസ്റ്റ് ഇനിയും കൂടും. അപ്പോൾ ഒരു തലക്കറിയുടെ ചെറിയ റെസിപ്പിയും കൂടി ഇതിനകത്ത് ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചട്ടിയൊക്കെ നമ്മുടെ ചൂടാക്കി കഴിഞ്ഞപ്പം എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉലുവ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും ഞാൻ കുറച്ച് ജീരകം ചേർത്തിട്ടുണ്ടായിരുന്നു. ചെറിയ ജീരകം അല്ല കേട്ടോ, വലിയ ജീരകം. നമ്മൾ ഇറച്ചിയിലൊക്കെ ചേർക്കുന്ന വലിയ ജീരകം ഉണ്ടല്ലോ, അത്. ചിലവർ ചേർക്കത്തില്ല, പക്ഷെ ഞാൻ എൻ്റെ ഈ ഒരു തലക്കറി അങ്ങനെ ചൂരക്കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ ചേർക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. പിന്നെ ഇഞ്ചി, അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സവാള, ചെറിയൊരു സവാളയാണ്, അതുകൊണ്ട് ഒന്നെടുത്ത്, വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി. ചെറിയ ഉള്ളിയാണ് കുറച്ചും കൂടെ നല്ലത് വേണമെന്നുണ്ടെങ്കിൽ. ഞാൻ സവാളയാണ് കേട്ടോ ഈ തലക്കറിയൊക്കെ വെക്കുമ്പോൾ ആഡ് ചെയ്യുന്നത്. അതൊന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പും അതിനകത്തേക്ക് ഒരു പകുതി തക്കാളി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പകുതി തക്കാളി മാത്രം ചേർക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ കുടംപുളി 2 ചേർക്കുന്നുണ്ട്. അതും ഇവിടുത്തെ കുടംപുളിക്ക് നല്ല പുളിയാണ്, ഭയങ്കര പുളിയാണ്. അപ്പം അത് കാരണം ഞാൻ കുറച്ച് അരമുറി തക്കാളി മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 അല്ലി നമ്മുടെ കുടംപുളിയും കൂടെ ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി ഒന്ന് റെഡി ആവാൻ വേണ്ടി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇക്കാക്ക മക്കാന മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡപ്പിയിലാക്കി. അത് പച്ചയായിരുന്നു, ഇത് റോസ്റ്റ് ചെയ്യാതെ നമുക്ക് കഴിക്കാൻ കൊള്ളില്ല, പക്ഷെ എന്നാലും എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഞാനൊരു 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതേപോലെ 3 സ്പൂൺ മുളക് പൊടി കാശ്മീരി, പിന്നെ അതേപോലെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാന്ന് വെച്ചാൽ ഒത്തിരി നമ്മൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പൗഡർ കരിഞ്ഞു പോകും. അപ്പോൾ അത് കാരണം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഈ ഒരു പേസ്റ്റ് കുറുകാനുള്ള മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുറുക്കി എടുക്കണം. അതായത് ഈ മസാല എല്ലാം ഓവറോൾ മിക്സ് ആക്കി നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്ക് ബാക്കി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ മീൻകറി എന്ത് വെച്ചാലും ഇങ്ങനെ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ ആ ഒരു മസാലയൊക്കെ നല്ല സെറ്റായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളം നല്ല തിളച്ച് വരുന്നുണ്ട്. നല്ലോണം തിളയ്ക്കാൻ വേണ്ടി ഇടണം കേട്ടോ, നല്ല തിളയ്ക്കണം. ഒരു നല്ല തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ തലക്കറിയുടെ തല ഉണ്ടല്ലോ, ആ തല അതിനകത്തേക്ക് മുക്കി വെക്കുക. ഒരു ഉരുളിയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ മുങ്ങിക്കിടന്നാനെ. ഞാനിതിപ്പം അതിനൊത്ത ചാറ് മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിനകത്തേക്ക് ആക്കിയിട്ട് അതിൻ്റെ പുറത്തു കൂടി ഇങ്ങനെ ആ ചാറ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുക, മൂടി വെക്കുക. ലാസ്റ്റത്തെ പരിപാടി മൂടി വെക്കുക. അപ്പം ആ ഒരു തലയ്ക്ക് വേണ്ടി മാത്രമുള്ള കുറച്ച് ചാറ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് മേളിലൊക്കെ കറി ഒന്ന് നല്ല റെഡിയാക്കിയിട്ട് ഒന്ന് മൂടി വെച്ചു കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് ഈ തലക്കറി കൂട്ടാത്തവരുണ്ട്. തലക്കറി ആകെ ഇക്കാകെ ഞാനും മാത്രമേ കൂട്ടുള്ളൂ. അപ്പോൾ വാപ്പാക്ക് അയില മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അയിലയാണ് ഇന്നത്തെ വേറൊരു കറി. സംഭവം ഇത് ഇന്ന് ഉണ്ടാക്കി വെച്ചാൽ നാളത്തേക്കും കൂടെ ഞങ്ങൾക്ക് കാണും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഞാൻ എടുത്തത്. അപ്പോൾ അയിലയ്ക്ക് വേണ്ടിയിട്ടും ഇതുപോലെ അതിനും ഞാൻ സവാള തന്നെ ആയിട്ടോ. പിന്നെ ചെറിയുള്ളി നന്നാക്കാനായിട്ട് നിന്നില്ല, അതൊക്കെ വാട്ടാൻ വേണ്ടി ഒരു സൈഡിൽ വെച്ചു. ആ സമയത്ത് നമ്മുടെ തലക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തലയൊന്ന് തിരിച്ചിടണ്ടേ, തല തിരിഞ്ഞതാ. അപ്പോൾ നമ്മുടെ ആ ഒരു തല ഒന്ന് തിരിച്ചിടണം. അപ്പം നമ്മുടെ ആ ഒരു ചെറിയ തവി കൊണ്ട് തല തിരിച്ചിടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടകവും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അടിയിൽ നിന്നൊന്ന് കുത്തിയിട്ട് ഒന്ന് തിരിച്ചിടണം. എനിക്കത് പൊട്ടിപ്പോവല്ലേ എന്ന്, ഇത് പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോവുമല്ലോ.
അപ്പോൾ അത് പൊടിഞ്ഞു പോകാതെ കിട്ടണേന്നായിരുന്നു. പൊടിഞ്ഞു പോയില്ലായിരുന്നു, ആ സമയത്ത് പൊടിഞ്ഞു പോയില്ല. പിന്നെ ഞാൻ ചട്ടിയിട്ടൊന്ന് കറക്കിയ സമയത്തൊന്നും പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് പൊടിയാതെ കിട്ടി. അങ്ങനെ ആ തിരിച്ചിട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്കൂടെ ഞാൻ കുറച്ച് ചാറും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. ചാറ് എല്ലായിടത്തും പിടിക്കട്ടെ, പിന്നെ ഇത് ഇന്നിപ്പോൾ വെച്ചാലും നാളെ എടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ പിന്നെ കറിച്ചട്ടിയും കൂടെ ഒന്ന് കുലുക്കി കറിയൊക്കെ ഒന്ന് ഓവറോൾ അടുക്കി പിടിക്കാതെയൊക്കെ ആക്കി സെറ്റ് ചെയ്തിട്ട് വീണ്ടും ഞാൻ മൂടി വെച്ചു. പിന്നെ ഉള്ള പരിപാടി എന്ന് പറയുമ്പം അയില വറുക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ. അതായത് നമ്മൾ കറിക്ക് ഉള്ളതൊക്കെ സെറ്റപ്പ് ആക്കി അതൊക്കെ കറി ആക്കി ഏകദേശം കറിയൊന്ന് എന്താണ് വെള്ളം വെച്ചിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും ഞാൻ എന്ത് ചെയ്തു, നമുക്ക് വറുക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്തു. അതിനകത്തേക്ക് കുരുമുളക് പൊടി, ഞങ്ങൾക്ക് ഇവിടെ മീൻ വറുക്കുമ്പം കുരുമുളക് പൊടി മസ്റ്റാണ് കേട്ടോ. അതും കുറച്ച് കൂടുതലാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം കുരുമുളക് പൊടി, പിന്നെ ഒരു കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് ഇപ്പം ഞാൻ ചേർത്തേക്കുന്നത്. അല്ലാത്ത പക്ഷം ഞാൻ അതിനകത്തേക്ക് വെളുത്തുള്ളി ചേർക്കും കേട്ടോ. വെളുത്തുള്ളി ചേർത്താലും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത്തവണ ഞാൻ വെളുത്തുള്ളി ചേർത്തില്ല. അതിന് പകരം ഇതൊക്കെ ചേർത്ത് കുറച്ച് ഉപ്പും, പിന്നെ എനിക്ക് ഇച്ചിരി വെള്ളം ഇതിങ്ങനെ നമ്മൾ പുരട്ടുന്ന സമയത്ത് വെള്ളം ഇല്ലെങ്കിൽ എന്താ പറയുക, അതിങ്ങനെ ഡ്രൈ ആയിട്ടല്ലേ വരുന്നത്. ചിലവർ വെളിച്ചെണ്ണ ചേർക്കുന്ന കാണാം, പക്ഷേ ഞാൻ വെളിച്ചെണ്ണ ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് മീനിനകത്ത് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതന്നെ വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് അത് മാറ്റി വെച്ചു. നമ്മുടെ തലക്കറി തുറന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി സെറ്റപ്പ് മണമായി. പിന്നെ ഇത് ഓപ്ഷണലാണ് കേട്ടോ, കുരുമുളക് പൊടി. കുരുമുളകിൻ്റെ പൊടി കുറച്ചിട്ട് കഴിഞ്ഞാൽ തലക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നവർക്ക് ചേർക്കാം, വേണ്ടാത്തവർക്ക് ചേർക്കണ്ട. പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. ഈ ഒരു തലയ്ക്കുണ്ടല്ലോ അത്യാവശ്യം നെയ്യ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കറിയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഒഴിച്ച വെളിച്ചെണ്ണ അല്ലാതെ ഈ തലയുടെ ആ ഒരു ഫാറ്റ് ഉണ്ടല്ലോ അതും കൂടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കാരണം ഞാൻ അതിനകത്തുനിന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഉണ്ടാക്കുന്നവർ അതിനകത്ത് ടേസ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു വിശപ്പൊക്കെ ഇടും. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് അപ്പം മനസ്സിലേക്ക് വന്നത് കുറച്ച് കപ്പയും കൂടെ കിട്ടിയിട്ട്, നല്ല മഞ്ഞ കപ്പ ഉണ്ടല്ലോ, ആ ഒരു കപ്പയും കൂടെ കിട്ടിയ അതിൻ്റെ പുറത്തു കൂടെ ഒഴിച്ച് ഈ തലക്കറിയായിട്ട് കഴിക്കാൻ കിട്ടിയുണ്ടല്ലോ സൂപ്പറാ. അതേപോലത്തെ കറിയായിരുന്നു കേട്ടോ. നമ്മുടെ തലക്കറി ഏകദേശം സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ അയിലക്കറിക്കുള്ള സംഭവങ്ങളൊക്കെ തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അയില പതുക്കെ ഓരോന്നായിട്ട് ഇട്ടു. അയില കുറച്ച് വറുക്കാനും എടുത്തു, കുറച്ച് കറി വെക്കാനും എടുത്തു. അപ്പോൾ ഈ തലക്കറി തലക്കറി കൂട്ടുന്ന ഇക്കാക്ക ആണെങ്കിലും അയിലേന്ന് 2 കഷ്ണം എടുക്കും. അപ്പം അതിനനുസരിച്ചിട്ട് എടുത്തതാണ്. ഞാൻ തലക്കറി ഞാൻ കൂട്ടിക്കൊള്ളും, പക്ഷേ ഈ വെച്ച മീനുകളോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. തലയുടെ ആ ഒരു തലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് മൂടി വെച്ചു. ഇനി പിന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ അടുക്കള ക്ലീൻ ചെയ്യലാണ് കേട്ടോ. എനിക്കിപ്പോൾ എന്തൊക്കെ പണി ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്കൂടി ഈ അടുക്കള ക്ലീൻ ചെയ്യൽ അതും എൻ്റെ ഒരു പണിയാണ് കേട്ടോ. നിങ്ങൾ ഈ ഗ്യാസിൽ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ തുടക്കാറുണ്ടോ? ഞാൻ എന്തായാലും തുടയ്ക്കാറുണ്ട് കേട്ടോ. അത് എനിക്കിപ്പോൾ മീൻ വറുക്കാനൊക്കെ ഇടുമ്പോൾ തന്നെ ഈ തെറിച്ച് വീഴുന്നതൊക്കെ ഞാൻ അപ്പം അവിടെ നിന്ന് തുടയ്ക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഞാൻ നമ്മുടെ ചോറൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് കരുതി. അതാകുമ്പോഴത്തേക്കിനും നമുക്ക് തോരൻ വെക്കുന്ന സമയമാകുമ്പോൾ ആ ഒരു പണി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ നമ്മുടെ ടേബിൾ ടോപ്പും എല്ലാം നല്ല ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചോറും വടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ചുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ കൂമ്പ്, കൊടപ്പൻ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതിന് ഞങ്ങളിവിടെ പറയുന്നത് ചുണ്ടെന്നാണ് കേട്ടോ. വാഴയുടെ കൂമ്പായതുകൊണ്ടായിരിക്കും വാഴച്ചുണ്ട്, നമ്മുടെ കൊലയുടെ ആ ഒരു ചുണ്ട് ഭാഗമാണല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ചുണ്ടെന്ന് പറയുന്നത്. എനിക്കറിയില്ല. അപ്പോൾ അത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കൊത്തി അരിഞ്ഞ് എടുത്തു. എനിക്കിത് അരിയുന്നതിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും കയ്യിൽ കറ പറ്റണേ കേട്ടോ. മെയിനായിട്ട് എൻ്റെ നെയിൽസിൽ ഇങ്ങനെ നമ്മുടെ ഈ കൂർക്കയൊക്കെ പൊളിക്കുമ്പോൾ ഉള്ള ആ ഒരു കറയുണ്ടല്ലോ, അത് പറ്റുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതാണ് ഗ്ലൗസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പറ്റാത്ത രീതിക്ക് അരിഞ്ഞെടുത്തു. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അത് അരിഞ്ഞ് ഞാൻ കുറച്ച് നേരത്തേക്ക് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തിന് ഞാൻ മീനും കൂടെ ഒന്ന് വറുക്കാമെന്ന് കരുതി. അങ്ങനെ ചട്ടി വെച്ച് നമ്മുടെ അയിലയും അതേപോലെ മീനിൻ്റെ മുട്ടയുണ്ടല്ലോ അതും കൂടെ ഇട്ട് വറുത്തെടുക്കാമെന്ന് കരുതി. ഇപ്പം ഞങ്ങൾ കഴിക്കണവരുടെ മാത്രമേ വറുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്തത്. പിന്നെ തോരൻ വെക്കാനാണെങ്കിൽ വേറെ വലിയ പരിപാടിയായിട്ടൊന്നും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് മുളകിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിരുന്ന ചുണ്ടുണ്ടല്ലോ, അല്ലെങ്കിൽ കൂമ്പ്, അതും കൂടെ ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും അതിൽ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട് മസാല ആക്കിയിട്ട്. പക്ഷെ ഞാനിപ്പോൾ എളുപ്പപ്പണിയായിട്ട്, കാരണം ഇത്രയും ചെയ്ത് തന്നപ്പോഴത്തേന് ഞാൻ മടുത്തു. അപ്പോൾ പിന്നെ എന്തായാലും ഇങ്ങനെ ആക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട്
കുറച്ച് നേരത്തേക്ക് മൂടി വെച്ചു കേട്ടോ. ഒരുപാട് നേരം ഇത് ഇരിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ഇത് വെന്ത് പോകും. ഇതിനൊക്കെ ഒത്തിരി വേവ് വേണ്ട, കുറച്ച് വേവ് മതി. അപ്പോൾ അത് കാരണം ഒത്തിരി നേരം മൂടി വെക്കാതെ കുറച്ച് നേരം മാത്രം ഒന്ന് മൂടി വെച്ചു. ആ കുറച്ച് നേരം മൂടി വെച്ച സമയം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് തേങ്ങയില്ല, കുറച്ച് തേങ്ങ അത് അങ്ങനെ തന്നെ അതിനകത്തേക്ക് ഇട്ടു. ചിലവർ ഇതിനകത്തേക്ക് നമ്മുടെ മഞ്ഞപ്പൊടിയും എന്താണ് ഈ ജീരകവും അതേപോലെ ഉള്ളിയൊക്കെ ചേർത്ത് ചതച്ചിടും. പക്ഷെ അത് ഞാൻ ചെയ്യുന്നില്ല, മിക്സി ഇല്ലായിരുന്നു. ലാസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ മെനു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.